ഫോറിൻ ഫ്രീസസ് കംപ്ലീറ്റ് കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള തേർഡ് ലെക്ചറാണിന്ന്. സോ ഹായ് ഓൾ, വെൽക്കം ടു ലോജിസ്റ്റിക്സ്. നമ്മൾ ആദ്യം നോക്കുന്ന വേർഡ് ഓ കോറൻ്റ് ആണ്. ഓ കോറൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൽ ഇൻഫോംഡ് എന്നാണ്. ഓക്കെ, ഒരു കാര്യത്തെപ്പറ്റി നല്ല രീതിയിൽ അറിവുള്ള ഒരു വ്യക്തി. ഓക്കെ, അതാണ് ഓ കോറൻ്റ്. ഓ ഫോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസെൻഷ്യലി, അതായത് ഒരു കാര്യം അടിസ്ഥാനപരമായിട്ട് എന്താണോ അതിനെ സൂചിപ്പിക്കുന്നതാണ് ഓ ഫോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഓട്ടോ എന്ന വേർഡിൻ്റെ അർത്ഥം സെൽഫാണ്. നമ്മൾ ഈ വാക്ക് ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുള്ള ഓട്ടോമാറ്റിക്, അതുപോലെ തന്നെ ഓട്ടോ പൈലറ്റ് എന്നൊക്കെ ഉള്ള വാക്കുകൾ കണ്ടിട്ടില്ലേ? ഓട്ടോ പൈലറ്റ്, ഇതൊക്കെ എന്താണ്? സ്വയമേ. ഓക്കെ, സ്വയമേ ചെയ്യുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ഓട്ടോ ചേർത്തുള്ള വാക്കുകൾ. ഓക്കെ, സോ ഓട്ടോയുടെ അർത്ഥം സ്വയം എന്നാണ്. ഓ നാച്ചുറൽ, എളുപ്പമാണ് ഓർത്തിരിക്കാൻ. ഇൻ നാച്ചുറൽ സ്റ്റേറ്റ് എന്നാണ്. ഓക്കെ, ഓ നാച്ചുറൽ എന്ന് പറയുമ്പോൾ നാച്ചുറൽ സ്റ്റേറ്റിൽ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ബെറ്റ് നോയർ. ബെറ്റ് നോയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി അല്ലെങ്കിൽ സാധനം, ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തി അല്ലെങ്കിൽ സാധനം. ഓക്കെ, ബെറ്റ് എന്നുള്ള വേർഡ് നിങ്ങൾ ഹെയ്റ്റ് എന്നുള്ള വേർഡുമായിട്ട് സിമിലർ അല്ലേ പറയുമ്പോൾ? അങ്ങനെ ഓർത്തിരിക്കുക. ബെറ്റ് നോയർ, ഹെയ്റ്റ് നോയർ. അപ്പോൾ ഹെയ്റ്റ് എന്താ? ഡിസ്ലൈക്ക് അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ ഈ വേർഡ് ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, ബ്യൂ ഗെസ്ചർ. ബ്യൂ എന്നത് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യത്തെ സൂചിപ്പിക്കുന്നതാണ്. നമ്മൾ ആ വാക്കിനി മുന്നോട്ടും കാണും. ഓക്കെ, സോ ബ്യൂ എന്നുള്ളത് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യത്തെ സൂചിപ്പിക്കുന്നതാണെന്ന് ഓർത്തിരിക്കുക. ഇവിടെ നോക്കിക്കേ, ബ്യൂ ഐഡിയൽ. ഐഡിയൽ എന്നുള്ളത് എന്താണ്? എങ്ങനെ ഒരു കാര്യം ആയിരിക്കണോ അങ്ങനെ. അത് ഐഡിയലിൻ്റെ ബ്യൂ ആയിട്ടുള്ള അവസ്ഥ, അതായത് ഹയസ്റ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡിലതിരിക്കുന്നതാണ് ബ്യൂ ഐഡിയൽ. ഓക്കെ, സിമിലർലി നമ്മൾ ഇവിടെ കണ്ടു ബ്യൂ ഗെസ്ചർ, ഒരു നല്ല ജനറസ് ആയിട്ടുള്ള ഗെസ്ചർ. ജനറസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹത്തോടെ ഒരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരാൾക്കൊരു കാര്യം കൊടുക്കുന്ന ആ ഒരു കാര്യത്തെയാണ് ജനറസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബ്യൂ ഗെസ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറസ് ആയിട്ടുള്ളൊരു ഗെസ്ചർ എന്നാണ് അർത്ഥം. ഓക്കെ, ബോൺ ഹോമി. നമ്മൾ ഹോമി എന്നുള്ള വാക്ക് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ഒരുപാട് സ്ഥലത്ത് ഉപയോഗിക്കാറുണ്ടല്ലേ? സോ ഹോമി എന്ന് പറയുന്ന വാക്കിന് ഫ്രണ്ട് എന്നാണ് അർത്ഥം, നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ? സോ ബോൺ എന്ന വാക്ക് നമ്മൾ ഓൾറെഡി പല സ്ഥലങ്ങളിൽ കണ്ടതാണ്. എവിടെയാണ് നമ്മൾ കണ്ടത്? ബോൺ വയാജ് കണ്ടായിരുന്നു. ബോൺ വയാജ് എന്ന് വെച്ചാൽ എന്താ? ഹാപ്പി ജേർണി എന്നാണ് അർത്ഥം അല്ലേ? സോ ബോൺ ഹോമി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നല്ല നേച്ചേർഡ് ആയിട്ടുള്ള, ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓക്കെ, അതിനെയാണ് ബോൺ ഹോമി എന്ന് പറയുന്നത്. ബ്യൂ ഐഡിയൽ നമ്മൾ പറഞ്ഞു എക്സലൻറ്റ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ഹയസ്റ്റ് സ്റ്റാൻഡേർഡ്സ് ഉള്ളൊരു കാര്യത്തെയാണ് ബ്യൂ ഐഡിയൽ എന്നുള്ള വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ബെലസ് ലെറ്റേഴ്സ്. ഈ ലെറ്റേഴ്സ് എന്നുള്ള വാക്ക് ലെറ്റേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക. ലെറ്റേഴ്സ് അഥവാ അക്ഷരങ്ങളായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. സോ ബെല്ലസ് ലെറ്റേഴ്സ് ഏസ്തറ്റിക് ആയിട്ടുള്ള ലിറ്റററി അല്ലെങ്കിൽ ആർട്ട് വർക്ക്. ഓക്കെ, ലെറ്റേഴ്സുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആർട്ട് വർക്ക് മറന്നു വരുത്. ഏസ്തറ്റിക് ആയിട്ടുള്ള ലിറ്റററി അല്ലെങ്കിൽ ആർട്ടിൻ്റെ വർക്കാണ് എന്ത്? ബെല്ലസ് ലെറ്റേഴ്സ്. ഓക്കെ, ബ്ലിറ്റ്സ്ക്രീഗ്. ബ്ലിറ്റ്സ്ക്രീഗ് എന്ന് പറയുന്നത് ജർമ്മനിയിലൊക്കെ ഈ മിന്നൽ യുദ്ധങ്ങൾ പോലെയൊക്കെ ചെയ്തിരുന്നതാണ്. ഓക്കെ, അതൊരു ഇൻറ്റൻസ് ആയിട്ടുള്ള മിലിറ്ററി ക്യാമ്പയിനാണ്. നിങ്ങൾക്ക് ഈ വാക്ക് ചോദിക്കുകയാണെങ്കിലും കൂടുതലായിട്ടൊരു ഹിസ്റ്ററി കോണ്ടെക്സ്റ്റിലായിരിക്കും ചോദിക്കുക. ഇപ്പോൾ KS ഒക്കെ വരുന്നുണ്ട്. സോ ഇങ്ങനത്തെ വാക്കുകളൊക്കെ കുറച്ചും കൂടി റെലവൻ്റ് ആയിട്ടുള്ള വാക്കുകളുടെ അർത്ഥം നിങ്ങൾക്ക് വൊക്കാബുലറിയിൽ ചോദിച്ചുകൂടാന്നില്ല. ഓക്കെ, സോ ബ്ലിറ്റ്സ്ക്രീഗ് എന്താണ്? ഇൻറ്റൻസ് ആയിട്ടുള്ള മിലിറ്ററി ക്യാമ്പയിനാണ്. ഓക്കെ, ബോൺ ജോയ്. ബോൺ ജോയ് എന്നുള്ള വാക്കിൽ നിങ്ങൾ ഈ ബോൺ എന്നുള്ളത് ഇങ്ങെടുത്തേ. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഏതാ പറഞ്ഞത്? ഒന്ന് ബോൺ വൊയാജ് പറഞ്ഞു, അതുപോലെ തന്നെ ബോൺ ഹോമി പറഞ്ഞു. സോ ബോൺ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഗുഡ്. ഓക്കെ, എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യത്തെ സൂചിപ്പിക്കുന്നതാണ് ബോൺ എന്നുള്ള വാക്ക്. ഓക്കെ, നല്ലൊരു ദിവസം അല്ലെങ്കിൽ നല്ലൊരു സുപ്രഭാതം എന്ന് പറയുന്ന അതേ അർത്ഥത്തിൽ ഗ്രീറ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഒരു വിഷായിട്ട് യൂസ് ചെയ്യുന്നതാണ് ബോൺജോ. ഓക്കെ, ഫ്രഞ്ചാണ്. അതുപോലെ ഇത് ബൂർഷ്വാസി നമ്മൾ പറയുന്ന വാക്ക് അല്ലേ? അതിൻ്റെ സ്പെല്ലിങ് ഇതാണ്. എഴുതുമ്പോൾ അത് ബർജോയ്സ് എന്നാണ് എഴുതുന്നത്. ശരിക്കും കുത്തക മുതലാളിമാരെ സൂചിപ്പിക്കാനാണ് നമ്മൾ ഈ വാക്ക് ഉപയോഗിക്കുന്നത് അല്ലേ? അത് മാർക്സ് ആണ് അങ്ങനെ ഉപയോഗിച്ചത്. ആര്? കാൾ മാർക്സ്. ഓക്കെ, ആക്ച്വലി ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മിഡിൽ ക്ലാസ് എന്നാണ് ഇതിൻ്റെ ഒറിജിനൽ അർത്ഥം. ബ്രാവോ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ യുറേക്ക എന്നൊരു വേർഡ് കണ്ടു. അതുപോലെ തന്നെ യുറേക്ക എന്താണ്? കണ്ടുപിടുത്തത്തിൽ വരുന്ന ഭയങ്കരമായിട്ടുള്ള സന്തോഷമാണ് യുറേക്ക.
നമ്മൾ അതേ സമയത്ത് ഒരു സാധനം പറഞ്ഞു, വാവ് എന്നുള്ള വേർഡ് ഏത് കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? സന്തോഷം സൂചിപ്പിക്കാൻ. സോ ബ്രാവോ എന്ന് പറയുന്നത് നല്ലതായിട്ടൊരു കാര്യം ഒരാൾ ചെയ്യുമ്പം അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു വാക്കാണ് ബ്രാവോ എന്ന് പറയുന്നത്. ഓക്കെ. കോസ് സെലിബ്രേ. കോസ് സെലിബ്രേയുടെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധി നടന്നില്ലേ? അതൊരു ഡിസ്പ്യൂട്ടഡ് മാറ്ററാണ്. ഓക്കെ, ഒരു തർക്ക വിഷയമാണ്. അതേപോലെ തന്നെ അതൊരു കണ്ടസ്റ്റഡ് ആയിട്ടുള്ളൊരു മാറ്ററാണ്. പക്ഷെങ്കിൽ അതിന് ഹൈ ലെവൽ മീഡിയ അറ്റൻഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതായത് മീഡിയയിലൊക്കെ വൈറലാവുന്ന ഒരു ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ളൊരു വിഷയത്തെയാണ് കോസ് സെലിബ്രേ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ ഓർത്തിരിക്കുക, സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കോസ്. ഓക്കെ, ഗോപൻ സ്വാമി എന്താണ് ഒരു കോസായി, അതിനെ എല്ലാവരും എടുത്തിട്ട് സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ ഒരു കോസ് സെലിബ്രേ ആണ് ഗോപൻ സ്വാമി, അങ്ങനെ ഓർത്തിരിക്കുക. കൊറിജൻഡം. കൊറിജൻഡം എന്ന് പറയുന്നത് ഒഫീഷ്യൽ സ്പിയറിൽ നമ്മൾ പിന്നീട് നടത്തുന്ന തിരുത്തലുകളാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ടെൻഡർ വിളിച്ചു, അതിനുശേഷം ആ ടെൻഡറിൻ്റെ റൂൾസിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെങ്കിൽ ഗവൺമെൻറ് ഒഫീഷ്യലി ഒരു കൊറിജൻഡം പുറപ്പെടുവിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഒരു എക്സാം നോട്ടിഫിക്കേഷൻ വന്നു, അതിൽ ഒഫീഷ്യലായിട്ട് ഇനി മാറ്റങ്ങൾ വേണമെങ്കിൽ കൊറിജൻഡം പുറപ്പെടുവിച്ചേ അവർക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റുള്ളൂ. സോ ഒഫീഷ്യലായിട്ട് നടത്തുന്ന കറക്ഷൻസ് ആണ്, അതായത് പിന്നീട് നടത്തുന്ന കറക്ഷൻസ് ആണ് കൊറിജൻഡം എന്ന് പറയുന്നത്. ഓക്കെ. കൂപ്പ് ഡി എറ്റാറ്റ്. കൂപ്പ് എന്ന വാക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, അതാണ് കൂപ്പ് ഡി എറ്റാറ്റ്. കൂപ്പ് ഡി എറ്റാറ്റ് എന്നത് നമ്മുടെ കൂപ്പ് തന്നെയാണ്, അതിൻ്റെ മൊത്തം രൂപമാണ് കൂപ്പ് ഡി എറ്റാറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഗവൺമെൻറ്റിനെ വയലൻ്റായിട്ട് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതാണ് കൂപ്പ്. കൂപ്പ് ഡി എറ്റാറ്റിൻ്റെ അർത്ഥം എന്താണ്? കൂപ്പ്. ഓക്കെ. കൂപ്പ് ഡി ഗ്രേസ് എന്ന് പറയുന്നത് മറ്റ് ഒരു വാക്കാണ്, അത് ഓർത്തിരിക്കുക, അതോടാണ് അടുത്തടുത്ത് കൊടുത്തിരിക്കുന്നത്. ഫൈനൽ ബ്ലോ അല്ലെങ്കിൽ ഷോട്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഒരു അവസാനത്തെ അടി, എന്തെങ്കിലും ഒരു വിഷയം എന്തെങ്കിലും അത് മോശമായിക്കൊണ്ടിരിക്കുകയാണ്, അത് നിർത്താൻ വേണ്ടി ഒരു അവസാന അടി എന്ന നിലയ്ക്ക് കാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പം മരിക്കാൻ കിടക്കുന്ന ഒരാളെ ഒറ്റ വെടിക്ക് കൊല്ലുന്നത്, അതൊക്കെയാണ് കൂപ്പ് ഡി ഗ്രേസിൽ വരുന്നത്. ഓക്കെ. കോഗ്നിറ്റോ എന്നുള്ള വേർഡ് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇൻകോഗ്നിറ്റോ എന്നൊരു വാക്ക് ഒരുപാട് പേർക്ക് അറിയായിരിക്കും. നമുക്ക് ഗൂഗിൾ ബ്രൗസറിൽ അങ്ങനെ ഒരു മോഡുണ്ട്, ഇൻകോഗ്നിറ്റോ ബ്രൗസിങ്. സോ എന്താണ് ഇൻകോഗ്നിറ്റോ? നമ്മൾ അൺനോൺ ആയിട്ട്, നമ്മൾ ആരാന്നറിയാതെ നമ്മൾ ബ്രൗസ് ചെയ്യുന്നതാണ് ഇൻകോഗ്നിറ്റോ. സോ കോഗ്നിറ്റോ എന്തായിരിക്കും? അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഓക്കെ, നോൺ ആണ് കോഗ്നിറ്റോ എങ്കിൽ അൺനോൺ ആണ് ഇൻകോഗ്നിറ്റോ. ഓർത്തിരിക്കാമല്ലോ എളുപ്പത്തിൽ. ക്രെം ഡേ ലാ ക്രെം. എന്താണ് ക്രെം ഡേ ലാ ക്രെം? ക്രീമിൻ്റെ ക്രീം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കിവിടെ നാട്ടിൽ NCL എന്ന് പറഞ്ഞിട്ടൊക്കെ ഇല്ലേ, നോൺ ക്രീമി ലെയർ. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ക്രീമി ലെയർ വരുമാനത്തിൽ വരാത്ത ആൾക്കാർ. ഓക്കെ, ക്രീമി ലെയർ എന്ന് പറയുമ്പം ഒരു ടോപ്പ് ലെയറിനെയാണ് സൂചിപ്പിക്കുന്നത്. പാലിൻ്റെ മുകളിൽ നമുക്ക് എന്താണ് ക്രീം വന്ന് കിടക്കുന്നത് പോലെ ക്രീമിൻ്റെ ക്രീമാണ് ഇവിടെ പറയുന്നത്. ക്രെം ഡേ ലാ ക്രീം, അതായത് ബെസ്റ്റിൻ്റെ ബെസ്റ്റാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഇത് രണ്ടാമത് വന്ന് കാണേണ്ട പോലും ആവശ്യം വരത്തില്ല, നിങ്ങൾക്ക് ഒരു തവണയിൽ തന്നെ മനസ്സിലാവും. ഓക്കെ. കമ്മ്യൂണെ ബോണം. അഗൈൻ ബോൺ എന്നുള്ള വാക്ക് എത്രാമത്തെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നല്ലേ? നമ്മൾ എവിടെയൊക്കെ പറഞ്ഞു, ബോൺ വയാജ് നിങ്ങൾ ഓർത്തിരിക്കുക, അതെല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്നൊരു വാക്കാണ്. സോ കമ്മ്യൂണെ ബോണം എന്ന് പറഞ്ഞാൽ, കമ്മ്യൂണെ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റിക്ക് ബോണമായിട്ടുള്ളൊരു കാര്യം, അതായത് കോമൺ ആയിട്ടുള്ളൊരു നല്ല കാര്യം, കോമൺ ഗുഡിനെയാണ് കമ്മ്യൂണെ ബോണം എന്ന് പറഞ്ഞ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ക്യൂയി ബോണോ എന്നുള്ളതൊരു ചോദ്യം പോലെയാണ്, അതായത് ആരാണിതിൻ്റെ ഗുണഭോക്താവ് എന്നുള്ളതാണ് ക്യൂയി ബോണോ എന്നുള്ള ചോദ്യത്തിൻ്റെ അർത്ഥം. ആർക്ക് ബെനിഫിറ്റ് കിട്ടി, അതാണ് ക്യൂയി ബോണോ എന്ന് പറയുന്നത്. ഓക്കെ. ടെറ്റ് ടെറ്റ്, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രൈവറ്റ് ആയിട്ടുള്ളൊരു കോൺവെർസേഷനാണ് ടെറ്റ് ടെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. റെസ്പോണ്ട് സിൽവസ് പ്ലേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദയവേത് റെസ്പോണ്ട് ചെയ്യൂ എന്ന് പറയുന്നതാണ് റെസ്പോണ്ട് സിൽവസ് പ്ലേറ്റ്. റെസ്പോണ്ടസ് ഇത് വെച്ചിട്ട് കണക്ട് ചെയ്യുക, പ്ലീസ് റെസ്പോണ്ട് എന്നാണ് റെസ്പോണ്ട് സിൽവസ് പ്ലേറ്റിൻ്റെ അർത്ഥം. ഓക്കെ. പെർ ആനം. പെർ ആനം എല്ലാവർക്കും അറിയായിരിക്കും. പെർ ആനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർ ഇയർ, അതായത് എവറി ഇയർ, എല്ലാ വർഷവും, ആനുവലി, കൊല്ലം തോറും. ഓക്കെ, അതാണ് പെർ ആനം. ആനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനുവലി വെച്ചിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ. അൾട്രാ വൈറസ്. വൈറസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പവേഴ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, വൈറസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പവേഴ്സിനെ. സോ അൾട്രാ വൈറസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
ബിയോണ്ട് പവർ. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഗവൺമെൻറ് ബോഡി അതിൻ്റെ പവറിനുള്ളിലുള്ള കാര്യം അല്ലാതെ അതിന് ബിയോണ്ട് പോയി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതെന്താണ്? അൾട്രാ വൈറസ് ആണ്. അതിൻ്റെ പവറിനുള്ളിൽ നിന്നൊരു കാര്യം ചെയ്താൽ അതെന്താണ്? ഇൻട്രാ വൈറസ് ആണ്, അതായത് വിത്തിൻ ദ പവേഴ്സ്. ഓക്കെ. ഇന്യുവെൻഡോ എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് റിമാർക്കാണ്. പ്രത്യേകിച്ചും നമ്മളൊരു മോശം കാര്യം പറയാൻ വേണ്ടി മലയാളത്തിൽ നമ്മളിങ്ങനെ കുത്തി പറയാമെന്ന് പറയില്ലേ, ഓക്കെ, അതിനെയാണ് ഇന്യുവെൻഡോ എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് റിമാർക്ക് ആയിരിക്കും, ഇന്ന നെഗറ്റീവ് വേയും ആയിരിക്കും. ഓക്കെ, ഒരു നെഗറ്റീവ് രീതിയിൽ പറയുന്ന ഇൻഡയറക്റ്റ് റിമാർക്കുകളാണ് പൊതുവെ ഇന്യുവെൻഡോ എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ ഇങ്ങനെ കുത്തി പറയുക എന്നൊക്കെ ഉള്ളതാണ് ഇന്യുവെൻഡോയിൽ വരുന്നത്. ഓക്കെ. വൈസ് വേഴ്സ എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു കാര്യം, ഫോർ എക്സാമ്പിൾ ഇപ്പം വെള്ളം നമ്മൾ തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് ആവിയാവും, തണുപ്പിച്ച് കഴിഞ്ഞാൽ അത് തിരിച്ച് വെള്ളമാവും, അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും. അതിനെയാണ് വൈസ് വേഴ്സ എന്ന് പറയുന്നത്. അതർ വേ ഓൾസോ, അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ. ബ്യൂമോണ്ടെ ഹൈ സൊസൈറ്റി, നിങ്ങളിങ്ങനെ ഓർത്തിരിക്കണം. ബ്യൂമോണ്ടെ ഹൈ സൊസൈറ്റി. ഓക്കെ. ഡി ലൂക്സ്. ലൂക്സ് എന്നുള്ളത് നിങ്ങൾ ലക്ഷറി ആയിട്ട് കണക്ട് ചെയ്ത് ഓർത്ത് വെക്കുക. ഓക്കെ. ഏറ്റവും ഹൈ ക്വാളിറ്റി സാധനങ്ങൾ എപ്പോഴാണ് നമ്മളൊരു ലക്ഷറി പ്രൈസ് പേ ചെയ്യുമ്പോഴല്ലേ നമുക്ക് ഏറ്റവും ഹൈ ക്വാളിറ്റി കിട്ടുക. അങ്ങനെ നിങ്ങൾ ഡി ലൂക്സ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഏറ്റവും ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള, ഏറ്റവും ലക്ഷറി ആയിട്ടുള്ളതാണ് ഡി ലൂക്സ് എന്ന് പറയുന്നത്. ഡിറ്റന്യൂ. ഡിറ്റന്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിസണർക്ക് പറയുന്നതാണ്. നമ്മൾ കോമൺ ആയിട്ട് ഡിറ്റൻഷൻ എന്നൊക്കെയുള്ള വാക്ക് ഇംഗ്ലീഷിൽ പഠിക്കില്ലേ, സെയിം ആണ്. ഡിറ്റന്യൂ പ്രിസണറാണ്. ഓക്കെ. ഡ്യൂസ് എക്സ് മെഷീന് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നത്തെ സോൾവ് ചെയ്യുന്ന ഒരു മെഷീനറി. ഓക്കെ, അങ്ങനെ ഓർത്തിരിക്കുക. മെഷീനറി എന്നുള്ള വാക്ക് വെച്ച് ഓർത്തിരിക്കുക. പരിഹരിക്കപ്പെടാൻ പറ്റാത്തൊരു പ്രശ്നത്തെ പരിഹരിക്കുന്നതാണ് എന്തിൽ വരുന്നത്? ഡ്യൂസ് എക്സ് മെഷീനാന്ന് പറയുന്നത്. ഓക്കെ. ഡൈസ് നോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ കോടതിയുടെ കോണ്ടെക്സ്റ്റിലാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ലീഗൽ ബിസിനസ് ഇല്ലാത്ത, അതായത് കോടതി കൂടാത്ത ഒരു ദിവസമാണ് ഡൈസ് നോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഡൈസ് നോൺ എന്താണ്? ഡേ വിത്തൗട്ട് ലീഗൽ ബിസിനസ്. ഓക്കെ. നിങ്ങൾക്കത് ഓർത്തിരിക്കാൻ, നോൺ എന്നുള്ള വാക്ക് ഓർത്തിരിക്കാൻ. നോൺ എന്നുള്ളതൊരു നെഗറ്റീവ് വാക്കല്ലേ, അല്ലേ? സോ നോ ബിസിനസ് വെച്ചിട്ട് നിങ്ങളിത് കണക്ട് ചെയ്യുക. ഡേ വിത്തൗട്ട് ലീഗൽ ബിസിനസ്. ഫെലോ ഡെസെ എന്ന് പറയുന്നത് സൂയിസൈഡിൻ്റെ വേറൊരു വാക്കാണ്. സോ ഇത് ഓർത്തിരിക്കുക. ഫെലോ ഡെസെ എന്തുവാ? സൂയിസൈഡ്. ഗ്ലാസ്നോസ്റ്റ് ട്രാൻസ്പെറൻസി അല്ലെ, ഓപ്പൺ ആയിട്ടുള്ള ഡിസ്കഷനുകളെയാണ് സൂചിപ്പിക്കുന്നത്. ഗ്ലാസ് വെച്ചിട്ട് നിങ്ങളിത് ഓർത്തിരിക്കുക. ഗ്ലാസ് എന്താണ്? ഗ്ലാസ്സിന് എന്താ പ്രത്യേകത? അത് ട്രാൻസ്പെറൻ്റ് ആണല്ലേ. സോ ട്രാൻസ്പെറൻസിയാണ് ഗ്ലാസ്നോസ്റ്റ് സൂചിപ്പിക്കുന്നത്. ഇംപാസെ എന്ന് പറയുന്നത് ഡെഡ് ലോക്കാണ്. ഓക്കെ. ഇംപാസെ ഡെഡ് ലോക്കാണ്. ഇത് നമ്മൾ ഇംഗ്ലീഷിൽ വളരെ കോമൺ വേർഡാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പാടാണെങ്കിൽ പാസ് ചെയ്യാത്തൊരു സിറ്റുവേഷൻ നിങ്ങൾ ഓർത്തിരിക്കുക. ഡെഡ് ലോക്ക് എന്താണ്? അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ഒരു മാറ്റം പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥയാണ് ഡെഡ് ലോക്ക്. ഓക്കെ. പെട്ടുപോയൊരവസ്ഥ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഡെഡ് ലോക്ക്. സോ ഇംപാസെ, അങ്ങോട്ടും പാസ് ചെയ്യുന്നില്ല ഇങ്ങോട്ടും പാസ് ചെയ്യുന്നില്ല, അതാണ് ഇംപാസെ, ഡെഡ് ലോക്ക്. ഓക്കെ. ഇൻ ക്യാമറ. ഓക്കെ, ഈ വേർഡ് നിങ്ങൾ ഒരിക്കലും കൺഫ്യൂസ് ചെയ്യരുത്. ക്യാമറ എന്നുള്ള വാക്കിൻ്റെ ഒറിജിനൽ അർത്ഥം ചേംബർ എന്നായിരുന്നു. ഓക്കെ. സോ ഇൻ പ്രൈവറ്റ്, അതായത് ഒരാളുടെ ചേംബറിൻ്റെ ഉള്ളിൽ പ്രൈവറ്റ് ആയിട്ട് എന്നുള്ളതാണ് ഇൻ ക്യാമറ. ഇൻ പ്രൈവറ്റ് എന്നാണ് ഇൻ ക്യാമറയുടെ അർത്ഥം. ഓക്കെ. ഇൻ്റർ ഏലിയ, നമ്മൾ ഓൾറെഡി ഏലിയ പഠിച്ചിരുന്നു. നമ്മളപ്പോൾ ഒരു എക്സാമ്പിളും പറഞ്ഞിരുന്നു. എക്സാമ്പിൾ ഓർമ്മയുണ്ടല്ലോ, സാഗർ ഏലിയാസ് ജാക്കി. സാഗർ അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് ജാക്കി എന്ന അർത്ഥത്തിൽ നമ്മളത് പഠിച്ചിരുന്നു, അല്ലേ? സോ ഏലിയാസ് എന്താണ്? മറ്റൊന്നിനെയാണ് സൂചിപ്പിക്കുന്നത്, അല്ലേ? മറ്റൊന്ന്, വേറൊന്ന്. ഓക്കെ. ഇനി ഇൻ്റർ എന്താണ്? പല കാര്യങ്ങളുടെ ഇടയ്ക്കെന്നുള്ള അർത്ഥം നമുക്ക് എടുക്കാം, അല്ലേ? ഇപ്പം രണ്ട് കാര്യങ്ങളുണ്ട്. ഇൻ്റർ ഏലിയാസ് എന്ന് പറയുമ്പോൾ അപ്പോൾ എന്താണ്? പല കാര്യങ്ങളുടെ ഇടയ്ക്ക്, അമong അതർ തിങ്സ്, മറ്റ് കാര്യങ്ങൾക്കിടയ്ക്ക് എന്നുള്ളതാണ് ഇൻ്റർ ഏലിയാസ് എന്ന് പറയുന്നത്. ലിംഗോ ഫ്രാങ്കോ എന്ന് പറയുന്നത് ഒരു ബ്രിഡ്ജ് ലാംഗ്വേജ് അല്ല, ഒരു കോമൺ ലാംഗ്വേജ് ആണ്. ഓക്കെ. സോ ലോകത്ത് ഒരു ബ്രിഡ്ജ് ലാംഗ്വേജ് എന്ന് നമുക്ക് ഏതാ പറയാൻ പറ്റുക, അല്ലെങ്കിൽ ഒരു കോമൺ ലാംഗ്വേജ് ഏതാണുള്ളത്? ഇംഗ്ലീഷാണ് ബ്രിഡ്ജ് ലാംഗ്വേജ്. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. പല ലാംഗ്വേജസ് ഉണ്ടാവും, പല കോണ്ടെക്സ്റ്റിൽ ഇത് പല ലാംഗ്വേജുകളായിരിക്കാം. ഓക്കെ. സോ ലിംഗോ ഫ്രാങ്കോ, ഫോർ എക്സാമ്പിൾ നോർത്ത് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ അത് ഹിന്ദിയാണ്, ലിംഗോ ഫ്രാങ്കോ. ഓക്കെ. ലിംഗോ എന്നുള്ളത് നിങ്ങൾ ലാംഗ്വേജ് വെച്ചിട്ട് ഓർത്തിരിക്കുക. ഓക്കെ. ലിംഗോ എന്നുള്ളത് ലാംഗ്വേജ് വെച്ചിട്ട് ഓർത്തിരിക്കുക. സോ കോമൺ ലാംഗ്വേജ് ആണ് ലിംഗോ ഫ്രാങ്കോ. ഓക്കെ. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ. താങ്ക് യു സോ മച്ച്.